ഓം സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ സർവത്ര ദേവീനാമസങ്കീർത്തനം ശ്രീമഹാദേവ്യൈ നമഃ. ഓം ഗം ഗണപതയേ നമഃ. ഓം സം സരസ്വത്यै നമഃ. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. മൂകം കരോതി വാചാലം പംഗം ലംഘയത്തെ ഗിരിം യത്കൃപാതമഹം വന്ദേ പരമാനന്ദമാധവം. പീതാംബരം കരവിരാജിത ശംഖചക്രകൗമോദകീ സരസിജം കരുണാസമുദ്രം രാധാസഹായമതിസുന്ദരമന്ദഹാസം വാതാലയേശമനിശം ഹൃദി ഭാവയാമി. ഗോവിന്ദ ഗോവിന്ദ ഹരേ മുരാരേ ഗോവിന്ദ ഗോവിന്ദ മുകുന്ദ കൃഷ്ണ ഗോവിന്ദ ഗോവിന്ദ രഥാംഗപാണി ഗോവിന്ദ ഗോവിന്ദ നമോ നമസ്തേ. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ. നമസ്തേ നമസ്തേ പ്രിയ. ഹരേ കൃഷ്ണ. കുടുംബത്തിലെ സജ്ജനങ്ങളെ, സുഹൃത്തുക്കളെ, എല്ലാവർക്കും ശുഭദിനം നേരുന്നു. ഭാഗവതോത്തമനും പണ്ഡിതാഗ്രേസരനുമായ ശ്രീ പാലേലി നാരായണ നമ്പൂതിരിയുടെ ദേവീനാരായണീയം എന്ന കൃതിയാണ് നാം ഇവിടെ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ ദേവീനാരായണീയത്തിൽ 41 ദശകങ്ങളാണ് ഉള്ളത്. അതിൽ നാം ഇതുവരെ 1 മുതൽ 22 വരെയുള്ള ദശകങ്ങൾ, ആ ദശകങ്ങളിലെ പാരായണം, ശ്ലോകങ്ങളുടെ പാരായണം, പദച്ഛേദം, അന്വയം, വ്യാഖ്യാനം എന്നിവയെല്ലാം നാം പഠിച്ചു കഴിഞ്ഞു. ഇന്നത്തെ പഠന ക്ലാസ്സിൽ നാം ദശകം 23 മഹാലക്ഷ്മി അവതാരം, അതാണ് ഇന്നത്തെ പഠന ക്ലാസ്സിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. ആ ദശകത്തിലെ 1, 2, 3, 4, 5, 6 ഈ ശ്ലോകങ്ങളുടെ പാരായണം, പദച്ഛേദം, അന്വയം, വ്യാഖ്യാനം എന്നിവയെല്ലാം നമുക്ക് പഠിക്കാം. ഇന്നത്തെ പഠന ക്ലാസ്സിലേക്ക് എല്ലാ സജ്ജനങ്ങളെയും ഞാൻ വളരെയധികം സ്നേഹത്തോടെ, വളരെ ബഹുമാനത്തോടെ സ്വാഗതം ചെയ്യുന്നു. എല്ലാവർക്കും ജഗദംബികയുടെ അനുഗ്രഹം ലഭിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഓം ശ്രീ ജഗദംബികായൈ നമഃ. നമുക്ക് ഇന്ന് ഒന്നാമത്തെ ശ്ലോക പാരായണം നോക്കാം. ശ്ലോകപാരായണം ആദ്യം. ദശകം 23 മഹാലക്ഷ്മി അവതാരം. രംഭസ്യ പുത്രോ മഹിഷാസുരഃ പ്രാക് തീവ്രൈസ്തപോഭിർദ്രുഹിണാത് പ്രസന്നാത് അവധ്യതാം പുംഭിരവാപ്യ ദൃഷ്ടോ ന മേ മൃതി സ്യാദിതി ച വ്യചിന്തീത്. സ ചിക്ഷുരാഗ്യൈരസുരൈഃ സമേതഃ ശക്രാദിദേവാൻ യുധി പദ്മജം ച
രുദ്രം ച വിഷ്ണും ച വിജിത്യ നാകേ വസൻ ബലാദ്യജ്ഞഹവിർജഹാര. ശ്ലോകം 3. ചിരം ഭൃശം ദൈത്യനിപീഡിതാസ്തേ ദേവാഃ സമം പദ്മജശങ്കരാഭ്യാം ഹരിം സമേത്യാസുരദൗഷ്ട്യമൂജുസ്ത്വാം സംസ്മരൻ ദേവി മുരാരിരാഹ. ശ്ലോകം 4. സുരാവയം തേന രണേതി ഘോരേ പരാജിത ദൈത്യവരോ ബലിഷ്ഠഃ മത്തോ വൃഷം പുംഭിരവധ്യഭാവാന്നനഃ സ്ത്രിയോ യുദ്ധവിചക്ഷണാശ്ച. ശ്ലോകം 5. തേജോഭിരേകാ ഭവതീഹ നശ്ചേത് സൈവാസുരാൻ ഭീമബലാൻ നിഹന്ത യഥാ ഭവത്യേതദരം തദൈവ സംപ്രാർത്ഥയാമോവതു നോ മഹേശി. ശ്ലോകം 6. ഏവം ഹരൗ വക്തരി പദ്മജാതാത് തേജോഭവത് രാജസരക്തവർണം ശിവാദഭൂത്താമസരൗപ്യവർണം നീലപ്രഭം സാത്വികമച്യുതാച്ച. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. സർവത്ര ദേവീനാമ സങ്കീർത്തനം. ശ്രീ മഹാദേവീ നമ. ഓം ശ്രീ ഗുരുഭ്യോ നമ. ഇന്നത്തെ ദേവീനാരായണീയത്തിലെ 23-ാം ദശകത്തിലെ മഹാലക്ഷ്മി അവതാരം, അതിലെ 1-ാമത്തെ ശ്ലോകത്തിന്റെ പദച്ഛേദം നമുക്ക് നോക്കാം. ശ്ലോകം 1. പദച്ഛേദം. രംഭസ്യ പുത്രഃ മഹിഷാസുരഃ പ്രാഗ് തീവ്രൈഃ തപോഭിഃ ദ്രുഹിണാത് പ്രസന്നാത് അവധ്യതാം പുംഭിഃ അവാപ്യ ദൃഷ്ടഃ ന മേ മൃതിഃ സ്യാത് ഇതി ച വ്യചിന്തീത്. ഈ പദങ്ങളുടെ അന്വയാർത്ഥം നോക്കാം. പ്രാഗ് രംഭസ്യ പുത്ര, പണ്ട് രംഭന്റെ പുത്രനായ മഹിഷാസുരഃ, മഹിഷാസുരൻ തീവ്രൈതപോഭിഃ, തീവ്രമായ തപസ്, കഠിനമായ തപസ്സുകളാൽ പ്രസന്നാദ്രുഹിനാഥ്, ആ പ്രസന്നനായിട്ടുള്ള ആ ബ്രഹ്മാവിൽ നിന്ന് പുംഭിഹി അവധ്യതാം, പുംഭിഹി എന്ന് വെച്ചാൽ പുരുഷന്മാര്, തന്നെ പുരുഷന്മാർ കൊല്ലരുത് എന്ന വരം അവാപ്യ ദൃഷ്ട, സമ്പാദിച്ച് അഹങ്കാരിയായി, മേ മൃതിഹി നസ്യാത്, എനിക്ക് മരണമേയില്ല, ഇതിജ വ്യചിന്തീത്, ആസുരൻ എനിക്ക് മരണമേയില്ല എന്നുവരെ ചിന്തിച്ചു. 1-ാമത്തെ ശ്ലോകത്തിന്റെ വ്യാഖ്യാനം നോക്കാം. ഈ ദശകം മഹാലക്ഷ്മി അവതാരമാണെന്ന് പറഞ്ഞു. ശ്രീ പാലേലി നാരായണ നമ്പൂതിരി കൃഷ്ണകഥകളൊക്കെ പാടി അല്ലെ? കഴിഞ്ഞ ദശകം കൃഷ്ണകഥയായിരുന്നു. ഇവിടെ ഈ ദശകത്തിലെ 23-ാമത്തെ ദശകത്തിലെ മഹാലക്ഷ്മിയുടെ അവതാരത്തെക്കുറിച്ച് ശ്രീ പാലേലി നാരായണ നമ്പൂതിരി വർണ്ണിക്കുകയാണ്. പ്രാക് രംഭസ്യ പുത്ര, പണ്ട് രംഭൻ എന്ന അസുരന്റെ പുത്രനായി, മഹിഷാസുരഃ തീവ്രൈഃ തപോഭിഃ, അതികഠിനമായ തപസ്സൊക്കെ ചെയ്തുകൊണ്ട് വളരെ പ്രസന്നനായി ആ ബ്രഹ്മാവ് ഈ അസുരന്റെ തപസ്സുകൊണ്ട്, പ്രസന്നാദ്രുഹിനാഥ്, വളരെ പ്രസന്നനായിരിക്കുന്ന ആ ബ്രഹ്മാവിൽ നിന്ന് ഈ അസുരൻ എന്താ ചെയ്തത്? പുംഭിഹി അവധ്യതാം, തന്നെ പുരുഷന്മാർ കൊല്ലരുത് എന്ന വരം അവാപ്യദൃഷ്ട, സമ്പാദിച്ചു. പിന്നീട് വളരെ അഹങ്കാരിയായിട്ട് മാറുകയും ചെയ്തു. ആ അഹങ്കാരം മൂലം
ആ അസുരൻ എന്താ പറയണത്? എനിക്ക് മരണമേ ഇല്ല, മേ മൃതി നസ്യാതെ, എനിക്ക് മരണമേ ഇല്ല എന്ന് വരെ ആ അസുരൻ ചിന്തിക്കുവാൻ തുടങ്ങി. രംഭൻ എന്ന അസുരന് ഒരു എരുമയില്, ഒരു മഹിഷിയില് ജനിച്ച പുത്രനാണ് ഈ മഹിഷാസുരൻ. ആ അസുരൻ കുറേ കാലമായിട്ട്, ദീർഘകാലമായിട്ട് തപസ്സു ചെയ്യുക മൂലം ബ്രഹ്മാവിനെ പ്രത്യക്ഷപ്പെടുത്തി. ബ്രഹ്മാവ് ആ അസുരന്റെ മുന്നിൽ പ്രത്യക്ഷനായി. അസുരൻ ബ്രഹ്മാവിനോട് മരിക്കാതിരിക്കാനുള്ള വരം തരയണമെന്ന് ആവശ്യപ്പെട്ടു. അപ്പോൾ ബ്രഹ്മാവ് പറഞ്ഞു, അങ്ങനെ ഒരു വരം തരാൻ എനിക്ക് സാധിക്കില്ല. ജനനമുണ്ടെങ്കിൽ അതിനൊരു മരണവുമുണ്ട്, അതാണ് ലോക നിയമം. അപ്പോ ആ മഹിഷാസുരൻ വേറൊരു വരം ചോദിച്ചു, ആവശ്യപ്പെട്ടു. എന്താണ്? ബ്രഹ്മാവിനോട് ചോദിച്ചു. എന്താണെന്ന് വെച്ചാൽ, എന്നെ പുരുഷന്മാർ കൊല്ലരുത്, ഒരു സ്ത്രീക്ക് കൊല്ലാൻ എന്നെ സാധിക്കുമെന്ന് ഞാൻ കരുതുന്നുമില്ല. അതായത് എനിക്ക് പുരുഷന്മാരുടെ കയ്യിൽ നിന്നും മരണം സംഭവിക്കരുത്, വേണമെങ്കിൽ സ്ത്രീകളായിക്കോട്ടെ, സ്ത്രീകൾക്ക് എന്നെ കൊല്ലാൻ പറ്റുകയുമില്ല. ആ അഹങ്കാരം അവനുണ്ട് എന്ന വിചാരം കൊണ്ട് അവൻ വരം ചോദിക്കുകയാണ് ചെയ്തത് ബ്രഹ്മാവിനോട്. ബ്രഹ്മാവ് ആ വരം അസുരന് നൽകുകയും ചെയ്തു. എന്നിട്ട് ആ അഹങ്കാരിയായ അസുരൻ എനിക്ക് മരണമേ ഉണ്ടാവില്ല എന്ന് നിശ്ചയിച്ച് വളരെ അഹങ്കാരത്തോടുകൂടി ആഹ്ലാദിച്ച് മതിച്ച് നടന്നു ആ മഹിഷാസുരൻ. ഇനി ശ്ലോകം 2 പദച്ഛേദം നോക്കാം. സഹ ചിക്ഷുരാദ്യൈഃ അസുരൈഃ സമേതഃ ശക്രാദിദേവാൻ യുധി പദ്മജം ച രുദ്രം ച വിഷ്ണും ച വിജിത്യ നാഗേ വസൻ ബലാദ് യജ്ഞഹവിഃ ജഹാര. അന്വയം: സഹ ചിക്ഷുരാദ്യൈഃ, ചിക്ഷുരൻ തുടങ്ങിയ അസുരൈഹി സമേത, അസുരന്മാരോടുകൂടി യുധിശക്രാദിദേവാൻ, യുദ്ധത്തില് ഇന്ദ്രൻ മുതലായ ദേവന്മാരെയും പദ്മജം ച രുദ്രം ച, ബ്രഹ്മാവിനെയും രുദ്രനെയും വിഷ്ണും ച വിജയിക്കുക, വിഷ്ണുവിനെയും ജയിച്ച് നാഗേവസൻ, നാഗം എന്ന് വെച്ചാൽ സ്വർഗലോകം, ആ സ്വർഗലോകത്തില് താമസിച്ചു. ബലാത്, തൻ്റെ കയ്യൂക്കിനാൽ, യജ്ഞഹവിഹി ജഹാര, യജ്ഞഹവിസ് തട്ടിയെടുക്കുകയും ചെയ്തു. അപ്പോ സഹചിക്ഷുരാദ്യൈഹി, ചിക്ഷുരൻ തുടങ്ങിയ അസുരന്മാരോടുകൂടി യുദ്ധം ചെയ്ത് ഇന്ദ്രാദി ദേവന്മാരെയും ഒക്കെ തോൽപ്പിച്ച് ബ്രഹ്മാവിനെയും രുദ്രനെയും വിഷ്ണുവിനെയും ഒക്കെ ജയിച്ച് സ്വർഗലോകത്തില് ആ അസുരൻ താമസിച്ചു തൻ്റെ കയ്യൂക്ക് കൊണ്ട്. പിന്നീട് ആ ഹവിസൊക്കെ തട്ടിയെടുക്കുകയും ചെയ്തു. അതായത് ഈ മഹിഷാസുരന്റെ സേനാനായകനാണ് ചിക്ഷുരൻ. ഈ ചിക്ഷുരന്റെ നേതൃത്വത്തിലാണ് ഭീകരമായിട്ട് ഒരു യുദ്ധം ദേവന്മാരുമായിട്ട് നടത്തിയത്. ഈ യുദ്ധത്തില് ദേവന്മാരെ സഹായിക്കാനായിട്ട് ബ്രഹ്മാവിഷ്ണു രുദ്രന്മാരും ഒക്കെ വന്നു. എന്നാൽ യുദ്ധത്തിൽ അവരും ഇന്ദ്രാദി ദേവന്മാരും ഒക്കെ തോറ്റു. സ്വർഗലോകം വിട്ട് അവരെല്ലാവരും ഓടിപ്പോയി, രക്ഷപ്പെട്ടവര്. ഭൂമിയിലുള്ള മനുഷ്യരിതൊന്നും അറിയുന്നില്ല. അവര് സാധാരണ പതിവ് പോലെ യജ്ഞം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇന്ദ്രൻ, വരുണൻ മുതലായ ദേവന്മാർക്ക് ആ മനുഷ്യർ സമർപ്പിച്ച യജ്ഞഹവിസ് ഒക്കെ ഉണ്ടല്ലോ, അവര് ഭൂമിയിൽ ഇങ്ങനെ യജ്ഞം ആ ഭൂമിയില് മനുഷ്യര് പതിവ് പോലെ യജ്ഞം ചെയ്യണം. ആ യജ്ഞത്തില് ഇങ്ങനെ ഹവിസൊക്കെ അർപ്പിക്കുമല്ലോ. ആ ഇന്ദ്രനും വരുണനും മുതലായ ദേവന്മാർക്കൊക്കെ അവർ സമർപ്പിച്ച ആ യജ്ഞഹവിസ് ഈ മഹിഷാസുരൻ തട്ടിയെടുത്തു എന്നാണ് പറയുന്നത്. ശ്ലോകം 3 പദച്ഛേദം. ചിരം ഭൃശം ദൈത്യനിപീഡിതാഃ തേ ദേവാഃ സമം പദ്മജശങ്കരാഭ്യാം ഹരിം സമേത്യ അസുരദൗഷ്ട്യം ഊചുഃ ത്വാം സംസ്മരൻ ദേവി മുരാരിഹി ആഹ. ചിരംഭൃശ, കുറേ കാലം അങ്ങേയറ്റം, ദൈത്യനിപീഡിതാഹ,
ആ അസുരന്മാരാൽ പീഡിതരായി കഴിഞ്ഞു. ഈ ദേവന്മാരെ യുദ്ധം ചെയ്തപ്പോൾ ഈ അസുരന്മാരെ ദേവന്മാരെ ഒരുപാട് പീഡിപ്പിക്കുവാൻ തുടങ്ങി. തേ ദേവാഹ, ആ ദേവന്മാര് പത്മജശങ്കരാഭ്യാം സമം, പത്മജ ബ്രഹ്മാവിനോടും ശങ്കരൻ ശിവനോടും കൂടി ഹരിം സമേത്യ, വിഷ്ണുവിനെ സമീപിച്ച് ആസുരദൗഷ്ട്യം പൂജുഹു, ആ അസുരന്മാരുടെ പീഡകള് അവരുടെ നേരെ ഉപയോഗിക്കുന്ന പീഡകളെ അല്ലെങ്കിൽ ആ ദുഷ്ടതയൊക്കെ ബോധിപ്പിച്ചു. ഹേ ദേവി മുരാരിഹി ത്വം, വിഷ്ണു ആ ദേവി അവിടുത്തെ സസ്മരൻ വിഷ്ണു എന്താ ചെയ്ത് ആ ദേവിയെ സ്മരിച്ചുകൊണ്ട് ഇപ്രകാരം പറഞ്ഞു. എന്താണ് പറഞ്ഞത് എന്ന് നോക്കാം. ചിരംബൃശം എന്നാണ് പറയുന്നത്. ചിരം എന്ന് വെച്ചാൽ വളരെ കാലം, ഏറെക്കാലം ആ അസുരന്മാരാൽ പീഡിതരായി കഴിഞ്ഞ ആ ദേവന്മാരെ ബ്രഹ്മാവിനോടും ശിവനോടും കൂടി മഹാവിഷ്ണുവിനെയാണ് സമീപിച്ചത്. എന്നിട്ട് ആ മഹാവിഷ്ണുവിനോട് ആ അസുരന്മാരുടെ ദുഷ്ടതയൊക്കെ അവിടെ ബോധിപ്പിച്ചു. പിന്നീട് മുരാരിയായിട്ടുള്ള ആ സാക്ഷാൽ മഹാവിഷ്ണു മുകുന്ദൻ ഭഗവതിയെ, ആ ദേവിയെ സ്മരിച്ചുകൊണ്ട്, ആ ജഗദംബയെ ധ്യാനിച്ചുകൊണ്ട് ഇപ്രകാരം പറഞ്ഞു. അസുരന്മാരും ദേവന്മാരും ഒക്കെ യുദ്ധം ചെയ്തുവല്ലോ. ചിക്ഷുരൻ എന്ന സേനാനായകന്റെ നേതൃത്വത്തിലാണ് അസുരന്മാർ യുദ്ധത്തിന് പുറപ്പെട്ടത്. ദേവന്മാരെ ആ യുദ്ധത്തിൽ സഹായിക്കാനായിട്ട് ത്രിമൂർത്തികളൊക്കെ എത്തി. പക്ഷെ ആ യുദ്ധത്തിൽ എല്ലാവരും തോറ്റു, അസുരന്മാർ ജയിക്കുകയും ചെയ്തു. അങ്ങനെ ദേവന്മാര് ഏറെക്കാലം ഗിരിഗുഹകളിൽ താമസിച്ചു. ഈ അസുരന്മാരിൽ നിന്നുണ്ടാകുന്ന പീഡ അവർക്ക് സഹിക്കാൻ കഴിയാതെയായി. അവർ ബ്രഹ്മാവിനെ സമീപിച്ചു. ബ്രഹ്മാവിന്റെ നേതൃത്വത്തിൽ ശിവന്റെ സമീപത്തെത്തി. എന്നിട്ട് ബ്രഹ്മാവും ശിവനും ദേവന്മാരും എല്ലാവരും കൂടി വിഷ്ണുവിനെ സമീപിക്കുകയും വിവരങ്ങളെല്ലാം ബോധിപ്പിക്കുകയും ചെയ്തു. ഈ പ്രപഞ്ചമാകെ ഇന്ന് അസുരാധിപത്യത്തിൽ ആയിരിക്കുന്നു എന്ന് വിഷ്ണുവിന് മനസ്സിലായി. ആ മനസ്സിലാക്കിയ ആ വിഷ്ണു ആ മഹാദേവിയെ സ്മരിച്ചുകൊണ്ട് പറയുവാൻ തുടങ്ങി. അടുത്ത ശ്ലോകം നോക്കാം. 4-ാമത്തെ ശ്ലോകം, പദച്ഛേദം. സുരാഹ വയം തേന രണേ അതിഘോരേ പരാജിതാഹ ദൈത്യവരഃ ബലിഷ്ഠഃ മത്തഃ ഭൃശം പുംഭിഃ അവധ്യഭാവാത് നഃ സ്ത്രിയഃ യുദ്ധവിചക്ഷണാഃ ച. ഈ പദങ്ങളുടെയൊക്കെ അന്വയാർത്ഥം നോക്കാം. ഹേ സുരാഹ വയം, അല്ലയോ ദേവന്മാരെ നമ്മൾ, നാം, അതിഘോരേരണി അതിഘോരമായ യുദ്ധത്തിൽ തേന പരാജിതാഹ, ആ മഹിഷാസുരനാൽ പരാജിതരായി അല്ലേ. ദൈത്യവരഃ ബലിഷ്ഠഃ, അസുരൻ വളരെ ബലവാനും ആണ്. പുംഭിഃ അവധ്യഭാവാത്, പുരുഷന്മാർക്ക് കൊല്ലാൻ ആവാത്തത് കൊണ്ട് ഭൃശം മത്തഃ, അവൻ അതിയായി അഹങ്കരിച്ചിരിക്കുന്നു. ന സ്ത്രീയഃ, നമ്മുടെ സ്ത്രീകള് യുദ്ധവിചക്ഷണാഹ ച ന, നമ്മുടെ സ്ത്രീകള്, നമ്മുടെയൊക്കെ ഭാര്യമാര് യുദ്ധസമർത്ഥകളല്ല താനും. അപ്പോ ഇവിടെ എന്താണ് പറയണത് എന്ന് വെച്ചാല്, വിഷ്ണു ആ ദേവിയെ സ്മരിച്ചുകൊണ്ട് പറഞ്ഞുവല്ലോ, പ്രപഞ്ചമൊക്കെ ഈ ആസുരാധിപത്യത്തിലാണെന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് ദേവിയെ സ്മരിച്ചുകൊണ്ട് വിഷ്ണു പറയണത്. ആ പഴയ കാര്യങ്ങളൊക്കെ ഓർത്തുകൊണ്ട് പറയാണ്, അല്ലയോ ദേവന്മാരെ, നിങ്ങൾ അതിഘോരമായ യുദ്ധമൊക്കെ ചെയ്തു. ആ യുദ്ധത്തില് ആ മഹിഷാസുരനാൽ പരാജയപ്പെടുകയും ചെയ്തു. ആ മഹിഷാസുരൻ നമ്മളെ എല്ലാവരെയും തോൽപ്പിച്ചു. ആ അസുരൻ വളരെ ബലവാനാണ്. ആ അസുരനെ പുരുഷന്മാർക്ക് കൊല്ലാനാവാത്തത് കൊണ്ട് ഭൃശം മത്തഃ, അവൻ അഹങ്കാരിയായി തീർന്നു. വിഷ്ണു തുടരുകയാണ്, ന സ്ത്രീയഃ, നമ്മുടെ സ്ത്രീകൾ, യുദ്ധവിചക്ഷണാഃ ച ന, യുദ്ധത്തിൽ ഒന്നും വലിയ സമർത്ഥകളല്ല. നമ്മുടെ ത്രിമൂർത്തികളുടെ പത്നിമാരായിരിക്കുന്ന സരസ്വതിയോ ലക്ഷ്മിയോ ഗൗരിയോ ആരും തന്നെ യുദ്ധം ചെയ്ത് ശീലിച്ചിട്ടുള്ളവരല്ല.
അതുകൊണ്ട് അസുര നിഗ്രഹത്തിന് നമ്മളൊരു പുതിയ ഉപായം കണ്ടെത്തണം, അല്ലെങ്കിൽ ഒരു പുതിയ മാർഗം കണ്ടെത്തണം എന്നാണ് മഹാവിഷ്ണു പറയുന്നത്. 5-ാമത്തെ ശ്ലോകം പദച്ഛേദം നോക്കാം. തേജോഭിഃ ഏകാ ഭവതി ഇഹ നഃ ചേത് സ ഏവ അസുരാൻ ഭീമബലാൻ നിഹന്ത യഥാ ഭവതി ഏതത് അരം തഥ ഏവ സംപ്രാർത്ഥയാമഃ അവതു നഃ മഹേഷി. ഈ ശ്ലോകത്തിന്റെ പദങ്ങളുടെ അന്വയാർത്ഥം നോക്കാം. ഇഹ നഹ തേജോഭിഹി, ഇപ്പോൾ ഇതാ ഇവിടെ നമ്മുടെ തേജസ്സുകൾ കൊണ്ട് ഏകാഭവതി ചെയ്ത് ഒരുവൾ ജനിക്കും എങ്കിൽ സാ ഏവ ഭീമബലാൻ, അവൾക്ക് മാത്രം ഭീമബലന്മാരായ അസുരാന്യഹന്ത, ആ അസുരന്മാരെ കൊല്ലാൻ കഴിയും. ഏതത് യഥാഭവതി, ഇത് ഏതുവിധം നടക്കുമോ തഥാ ഏവ അരം, ആ പ്രകാരത്തിൽ തന്നെ വേഗം നടക്കുവാനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. സംപ്രാർത്ഥയാമഹ, ആരോട് പ്രാർത്ഥിക്കണം? മഹേഷിയോടല്ലേ. മഹേഷീനഹ അവതു, ആ മഹേശ്വരി നമ്മളെ രക്ഷിക്കട്ടെ എന്ന് പറയുന്നു. വിഷ്ണു അറിയുകയാണ്, ഇഹ